നമസ്കാരം. നമുക്ക് പറയാനുള്ള വിഷയം ആത്മീയതയായതുകൊണ്ട് അത് ഒരുപാട് വിസ്തൃതമായി കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പാട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരുജി, ഈ 21 ഡേയ്സ് ബ്രാഹ്മി അറ്റൻഡ് ചെയ്തവർക്ക് അതിന് മുന്നേ അവർ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസും ഒന്നും, ഒരു വൈബ്രേഷനും ഒന്നും ഫീൽ ചെയ്തിരുന്നില്ല. ഇപ്പൊ 4 ബ്രാഹ്മി നമ്മുടെ ഇതിൽ കഴിഞ്ഞു. അതിലുള്ള പലരും പറയുന്നത് അതിനുശേഷം ഈവൻ ഒരു 4 or 5 ക്ലാസ് ഫസ്റ്റ് ഡേയ്സ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ചില ആധാര ചക്രങ്ങളിൽ നല്ല വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പലർക്കും പല അനുഭവങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? അതിന് മുമ്പില്ലാത്ത വൈബ്രേഷൻ എങ്ങനെയാണ് ഇത് ചെയ്ത് 4-2 ദിവസം കൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. തീർച്ചയായും. ബ്രാഹ്മി 21 ഡേയ്സ് എന്ന് പറയുന്നത് തന്ത്രയോഗയാണ്. യോഗ എന്ന് വെച്ചാൽ ചേരുക. നിങ്ങളുടെ ജീവൻ സൃഷ്ടിയുമായിട്ട് ചേർന്ന ഒന്നാണ്. എന്നാൽ അത് ചേർക്കാനുള്ളൊരു പ്രക്രിയയായിട്ട് നിങ്ങൾ കടക്കണം. ഇപ്പോൾ ഒരു ക്ഷേത്ര നിർമ്മാണം പോലാണ് നമ്മുടെ ഈ ഊർജ്ജ ശരീരത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. നമുക്ക് യോഗ എന്ന് പറയുന്നത് നമുക്കറിയാം, ധ്യാനത്തിലൂടെ നമുക്ക് എന്തും സംഭവിക്കുന്നുള്ളൂ, എന്ത് മാനത്തെ നമ്മൾ അറിയുന്നുള്ളൂ. ഈ ശരീരം ഒരു യന്ത്ര രീതിയാണ്. ഈ ശരീരം ഒരു യന്ത്രം തന്നെയാണ്. ഈ ഒരു ശരീരം എന്ന് വെച്ചാൽ ഊർജ്ജ ശരീരം, ഇതൊരു യന്ത്രമാണ്. ഇതിനകത്തുള്ള ആധാര ചക്രങ്ങളെല്ലാം തന്നെ പല വ്യത്യസ്ത തലങ്ങളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡയമെൻഷനിൽ അർത്ഥമാക്കുന്ന പല രീതികളാണ്. ഈ ഒരു ഊർജ്ജ ശരീരത്തിനെ ക്രമീകരിക്കുന്ന ഒരു രീതിയാണ് തന്ത്രയോഗ. തന്ത്രയോഗയിലേക്ക് നിങ്ങൾ കടക്കും, നിങ്ങളുടെ ഊർജ്ജ ശരീരം പാകപ്പെടുകയാണ്. ഇപ്പം ഗുരുവായൂർ അമ്പലം വെച്ച് നോക്കുമ്പം അതൊരു കൃഷ്ണക്ഷേത്രമാണ്. അനാഗത ചക്രത്തിനാൽ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്ന സ്പേസ് ആണ്. ഡിവൈൻ പല ഫോമാവും, നാരായണനോ ലക്ഷ്മിയോ ദുർഗയോ ആരും ആട്ടെ. പക്ഷേ അവിടുത്തെ ജോമെട്രി ഉണ്ട്, അതിനൊരു വാസ്തു ഉണ്ട്. അത് പർട്ടിക്കുലറായിട്ട് ഒരു ഒറ്റ ചക്രത്തിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. ഒരു മനുഷ്യൻ, ഊർജ്ജ ശരീരത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ കടന്നു വരുമ്പം അത് എങ്ങോട്ടേക്ക് അതിൻ്റെ വരണമെന്നുള്ളത് അവിടെ ഉണ്ട്. അത് അനാഹതയിലേക്ക് തന്നെ വരികയും ആ വ്യക്തിക്ക് 2 തലങ്ങൾ അവിടെ സംഭവിക്കും. ഒന്ന് പ്രത്യാഹാരയും ഒന്ന് നാദവും. നാദം ജ്ഞാനത്തിലേക്കുള്ള വഴിയൊരിക്കും, പ്രത്യാഹാര ഡീപ്പ് പ്യുവർ മെഡിറ്റേഷനിലേക്ക് നമ്മളെ നയിക്കും. അപ്പം ഈ 2 സ്റ്റേറ്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഇതിന് മുൻപേ ബ്രാഹ്മിയിൽ വരുന്നവർക്ക്, ഇതിന് മുമ്പേ അവർ എത്രയോ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷെ അവർക്ക് അതിൻ്റെ ഊർജ്ജം അറിയില്ല. എന്താണ് ക്ഷേത്രങ്ങൾ? വെറുതെ പോയി നമ്മൾ പ്രെയർ ചെയ്യുന്നു. ഇന്ന് ക്ഷേത്രങ്ങളിൽ ചെന്ന് നമുക്ക് തൊഴാൻ പറ്റില്ല. നമ്മൾ ധ്യാനത്തിലായി കഴിഞ്ഞു. നമ്മളവിടെ നിന്നാൽ മതി, നമുക്ക് ഒന്നുമില്ല, ആവശ്യങ്ങളില്ല, ഒന്നുമില്ല. കണ്ണിൽ നിന്ന് പരമാനന്ദം മാത്രം. എന്തുകൊണ്ടാണ്? ആ സ്റ്റേറ്റ് ഓഫ് ബ്ലിസ് ഓഫ് കോൺഷ്യസ് അനുഭവിക്കണം ക്ഷേത്രത്തിൽ നിന്ന്. ക്ഷേത്രം ഒരു യന്ത്രമാണ്. ക്ഷേത്രം ഒരു ഉപാധിയില്ലാത്ത രീതിയിൽ ധ്യാനം പരിശീലിക്കാനായിട്ടുള്ള മാർഗമാണ്. ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ബ്രാഹ്മി 21 ഡേയ്സ് നിങ്ങളെ പരിശീലിപ്പിക്കുക, നിങ്ങളുടെ ഊർജ്ജ ശരീരത്തിനെ ക്രമീകരിക്കുകയാണ്. അതിനെ ആ ശ്രീ യന്ത്രത്തിൽ നിങ്ങളുടെ ഓരോ ആധാര ചക്രങ്ങളെ അതിൻ്റേതായിട്ടുള്ള കറക്റ്റായുള്ള ജോമെട്രിക്കലായിട്ടുള്ള രീതിയിൽ അതിനെ ക്രമീകരിച്ച് കൊണ്ടുവരികയാണ്. അതിനുശേഷം എപ്പോഴും ആ ഒരു ജീവനെ സാധ്യതയാക്കി, അല്ലെ, ഒരു ക്ഷേത്രം പണിഞ്ഞിട്ടായിരിക്കും അവിടെ ഒരു വിഗ്രഹം വെക്കുന്നത്. അതേപോലെ തന്നെ ഗുരു എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചൈതന്യത്തിലിരിക്കുന്ന ഒരാളാണ്. ആ ചൈതന്യത്തിൻ്റെ ഒരു പ്രാണാംശം അവരിലേക്ക് നൽകും. അതിനെ ദീക്ഷ എന്ന് പറയും. അതിനെ തയ്യാറെടുപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു ദീക്ഷ കൊടുക്കുന്നത്. അതെന്ത് ചെയ്യും? അതിലിരുന്ന് വളർന്നു തുടങ്ങും. തന്നത് വളരുമ്പോൾ അതിൻ്റെ ഉള്ളിലും ഒരു ജീവൻ്റെ സാധ്യത വന്നു തുടങ്ങി. ആ ജീവൻ്റെ സാധ്യത തന്നെ കാലക്രമേണ അത് വളരുകയാണ്. ധ്യാനശക്തിയിലേക്ക് തന്നെ വഴി തുറക്കുകയാണ്. അതിനാണ് ഇതിൻ്റെ ക്രമീകരണം. ബ്രാഹ്മി 21 ഡേയ്സ് എന്ന് പറയുന്നത് ഒരു ഉയർന്ന മാർഗമാണ്. ഒരു ദീക്ഷ എന്ന് പറയുന്നത് ജീവൻ്റെ സാധ്യതയെ തുറന്നു കൊടുക്കുകയാണ്. മാർഗദർശനം ബ്രഹ്മത്തിലേക്കുള്ള രീതിയിലേക്ക് വഴി തുറക്കുകയാണ്. അപ്പം ആ ക്ഷേത്രം എന്തിനാണോ? ക്ഷേത്രം ധ്യാനത്തിനുള്ള സ്ഥലമാണ്. നിങ്ങളുടെ ഉള്ളിൽ ധ്യാനം സംഭവിക്കും. എന്നുവെച്ചാൽ ധ്യാനത്തിനുള്ള മാർഗം നിങ്ങളുടെ ഉള്ളിൽ തന്നെ വിത്തിട്ട് കഴിഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ വ്യാപ്തി നിങ്ങൾക്ക് അനുഭവപ്പെടും. അതാണ് അതിൻ്റെ രീതിയിൽ സംഭവിക്കുന്നത്. ഇതൊരു തന്ത്രപരിശീലനം നിങ്ങളെ ഒരു ക്ഷേത്രമാക്കുകയാണ്. നിങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ക്ഷേത്രമായി തീരുകയാണ്. നിങ്ങളുടെ ഊർജ്ജം ആ രീതിയിൽ തന്നെ ക്രമീകരിക്കും. അതാണ് നിങ്ങളുടെ ആ ജീവൻ അതിലുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ ക്ഷേത്രത്തിൽ ചെല്ലാൻ പറ്റില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെല്ലുന്ന ആൾക്കാർക്ക് ആറ്റുകാലിൽ ചെല്ലുമ്പോൾ ദുർഗയുടെ വൈബ്രേഷൻ മൂലാധാരയിൽ അറിയും. ചിലർക്ക് അനാഹതയിൽ ഗുരുവായൂർ ചെല്ലുമ്പോൾ അറിയും. ചിലവർക്ക് ശബരിമലയിൽ ചെല്ലുമ്പോൾ ആജ്ഞയിൽ അറിയും. അപ്പോൾ പലവർക്കും പല വൈബ്രേഷൻ അറിയാൻ കാര്യം
ഈ ജീവ ഊർജ്ജം നിങ്ങളിൽ വിട്ട് കഴിഞ്ഞ്, മനസ്സിലായോ? ഞാനിട്ട നിങ്ങളുടെ ഉള്ളിൽ പ്രത്യക്ഷത്തിൽ നിങ്ങൾ എന്നിൽ മുന്നിൽ അനുഭവിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ വിത്ത് ഓൾറെഡി തന്നെ വിതച്ച് കഴിഞ്ഞ് ഞാൻ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ ശക്തി നിങ്ങൾക്ക് അറിയും. അല്ലെങ്കിൽ നിങ്ങളോട് എന്തുകൊണ്ടാണ് ഞാൻ പരിശീലിക്കാൻ പറയുന്നത്? നിങ്ങളോട് ഞാൻ ബ്രാഹ്മി 21 days കഴിഞ്ഞിട്ട് നിങ്ങളോട് നിരന്തരം സാധന പരിശീലിക്കാൻ പറയുന്നത് എന്താ? ഈ വിത്തിൻ്റെ വ്യാപ്തി കൂട്ടാൻ, ഇതിൻ്റെ ഊർജ്ജത്തെ വർദ്ധിപ്പിക്കും. നിങ്ങൾ സാധ്യതയില്ലാതല്ല പരിശീലിക്കുന്നത്, നിങ്ങൾക്ക് സാധ്യതയ്ക്കുള്ളതെന്ന് ഞാൻ നൽകി കഴിഞ്ഞു. അത് നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ എത്രത്തോളം നട്ടൽ നൂന്നിരിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ സാധ്യതയും വർദ്ധിക്കുകയാണ്. ആ ഊർജ്ജം തന്നെ വളരും. അപ്പോൾ ആ ഊർജ്ജം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന പ്രൂഫാണ്, ആ തെളിവാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പം നിങ്ങളുടെ ബോധം അനുഭവിച്ചറിയുന്നത്, നിങ്ങൾ ആ സ്റ്റേറ്റിൽ അറിയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ക്രമീകരണം. അതുകൊണ്ടാണ് ബ്രാഹ്മി 21 days കഴിഞ്ഞിട്ടും പല സാധന ക്രമീകരണങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ആ ക്രമീകരണത്തിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ സാധ്യത വർദ്ധിക്കും, ഇതിൻ്റെ വ്യാപ്തി കൂടി 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 വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഓരോ വ്യക്തികളും സ്വന്തം ബോധത്തിലും സ്വന്തം തിരിച്ചറിവിലുമാണ് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത്? ആ മുക്തി എന്ന് പറയുന്ന പദത്തിലേക്ക് എത്തിച്ചേരും. മുക്തി എന്ന് പറയുന്ന പരമാനന്ദ ലഹരി, അതിൻ്റെ സാധ്യത അറിയണം. ക്ഷേത്രം ധ്യാനം പറഞ്ഞല്ലോ, ഒരു പരിശീലനമല്ല. ധ്യാനം ഒരു രീതിയിലുള്ളൊരു ധ്യാനം തന്നെ സംഭവിക്കേണ്ട ഒന്നാണ്. അതിലേക്ക് കുറച്ച് ക്രമീകരണങ്ങൾ മാത്രമാണ് ഇതെല്ലാം തന്നെ. ഒരു ഗുരുവിൻ്റെ പ്രാധാന്യവും അതുപോലെ ആ പരിശീലനം മീൻസ് ഇത് ധ്യാനത്തിലേക്കല്ല, തപത്തിലേക്കുള്ള, അല്ലെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്കുള്ള ഒരു രീതിയിലുള്ള ക്രമീകരിച്ച് പോയിട്ട് ധ്യാനത്തിലേക്ക് കടക്കുകയാണ് തന്നെ. ധ്യാനത്തിലൊരു ഇൻസ്ട്രക്ഷനും ഇല്ല, ധ്യാനം ചേരുവയായിട്ട് ചേർന്നത് തന്നെ സംഭവിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ജീവാംശം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പം ഈ തലങ്ങളെ അനുഭവിക്കുന്നത്. ക്ഷേത്രങ്ങൾ മാർഗമല്ലേ? ഇപ്പോൾ ഒരു വ്യക്തിക്ക് തിരുപ്പതി ക്ഷേത്രം, അവിടെ ഈ വിത്തിൻ്റെ അളവുണ്ടെങ്കിൽ അവിടെ നിന്ന് ധ്യാനിച്ചാൽ മതി, പ്രോസ്പെരിറ്റിക്ക് ഒരു കുറവും വരില്ല. ഒരു വ്യക്തിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ഇരുന്ന് ധ്യാനത്തിൻ്റെ സ്റ്റേറ്റ് അറിയണം, പ്രത്യാഹാരിക്ക് ഒരു കുറവ് അറിയില്ല. ഇനിയിപ്പോൾ അവർക്ക് കുറച്ച് അമരത്വം വേണം, അവർക്ക് ജീവനും പേടിയാണ് മരണത്തെക്കുറിച്ച്, ആറ്റുകാൽ അമ്പലത്തിൽ നിന്ന് ധ്യാനിച്ചാൽ മതി, മരണഭയവേ മാറിക്കിട്ടും, അമരത്വം നേടാൻ പറ്റും. ഇത് സാധ്യതയാണ് ഓരോ ക്ഷേത്രം. അവിടെ ഒരു ഊർജ്ജത്തെ അല്ല, നിങ്ങളുടെ ജീവൻ്റെ ലൈഫിനെ തന്നെ മാറ്റുവാണ്. അത്രയും ചേഞ്ചിങ് ആണ് നടക്കുന്നത്. ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആ ഊർജ്ജം അല്ലേ, ഓരോ ഡിവൈൻ അതിൻ്റെ ആയിട്ട് ക്വാളിറ്റീസ് ഉണ്ട്. കൃഷ്ണന് ക്വാളിറ്റി ഉണ്ട്, അനാഹതയ്ക്ക് അനാഹതയുടെ മൂല്യവത്തുണ്ട്, മനസ്സിലായോ? മൂലാധാരയ്ക്ക് അതിൻ്റെ ഒരു മൂല്യമുണ്ട്. അവിടുത്തെ ഊർജ്ജം ഈ ജീവൻ്റെ അതിൻ്റെ സാധ്യതയുള്ളപ്പോൾ ഈ ജീവൻ ഇവിടെ വളർത്തും. ആ പർട്ടിക്കുലർ ചക്രയിൽ ഇത് വളരുമ്പം ആ പർട്ടിക്കുലർ രീതി തുടങ്ങും. ഗുരുവായൂരമ്പലത്തിൽ സ്ഥിരം ധ്യാനിക്കാൻ പോകുന്നു, അവിടെ ഒരു 10 ദിവസം ധ്യാനിച്ചു, 12 ദിവസം ധ്യാനിച്ചു, അവിടെ അനാഹത ഓപ്പണായി. അവിടെ സാധ്യതയ്ക്ക് അപ്പുറത്തേക്കുള്ള ബന്ധങ്ങൾക്കുള്ള അവസരം വരികയാണ്. സ്നേഹം അൺകണ്ടീഷണലായിട്ട് അനുഭവിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ സ്നേഹത്തിൻ്റെ അനുഭൂതിയിൽ കടന്നു. നമ്മുടെ ജീവൻ സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് പാടിരിക്കുന്നു, ഈഗോ ഇല്ലാതെ കിട്ടും. സ്നേഹമുള്ള ഒരാൾക്ക് ഒരിക്കലും ഈഗോ ഉണ്ടാവില്ല, അവർക്ക് എല്ലാവരും അൺകണ്ടീഷണൽ ലവ് ആയിരിക്കും, ആ സ്റ്റേറ്റ് എത്തിച്ചേരും. അതേപോലെ തന്നെ എന്തിനും സാധ്യതയാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് അവരുടെ മൂലാധാര, ആ മൂലാധാരയിൽ പല രീതിയിലുണ്ടല്ലോ, കല, പല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ അവർക്ക് കാര്യങ്ങൾ എത്തിച്ചേരണം, കലാപരമായും ഒക്കെ അവർക്ക് ഉയരണം. ദുർഗ ഒരു മെഡിറ്റേറ്റീവ്, അവിടെ വൈബ്രേഷൻ ഉണ്ട്, നിങ്ങളൊന്നും തയ്യാറെടുപ്പില്ല, നിങ്ങളുടെ മനസ്സുകൊണ്ട് പ്രെയർ ചെയ്യണ്ട, ഇരിക്കുക, മൂലാധാര തന്നെ സജീവമാവും. അത് കുറച്ച് എത്രത്തോളം ഇരിക്കുന്നു, അവിടെ ജീവ ഊർജ്ജം ഇട്ട് കഴിഞ്ഞ് ഞാൻ അവിടെ അത് തന്നെ എന്ത് ചെയ്യും? വളരും. അവിടെ എത്രത്തോളം ദിവസം ഇരിക്കുന്നു അത്രത്തോളം വളരും. അതുകൊണ്ടല്ലേ പർട്ടിക്കുലറായിട്ടുള്ള വർഷിപ്പ് നമ്മൾ നടത്തുന്നത് ഓരോ ദിവസം ബ്രാഹ്മിയിൽ, ചില ദിവസം ദുർഗ, ചില ദിവസം കാളി. എന്തിനാണ്? ഈ ഊർജ്ജം അവിടെ ഉണ്ട്, അതിനെ വളർത്തുക എന്നുള്ളതേ ഉള്ളൂ. ഓരോ ചക്രങ്ങൾ, ഓരോ ഡിവൈൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഓരോ ചക്രങ്ങളാണ്. ദുർഗ മൂലാധാരയാണ്, സ്വാധിഷ്ഠാന എപ്പോഴും നാഗമാണ്, മുരുകനാണ്. അതേപോലെ മണിപ്പുര ശിവനാണ്, കാളിയാണ്. അനാഹത രാമനാണ്, കൃഷ്ണനാണ്. വിശുദ്ധി എത്തുമ്പം അത് പല തലങ്ങളിലേക്ക് എത്തും. അതിന് പർട്ടിക്കുലറായിട്ട് ഡിവൈൻ ഫോം പറയില്ല, സൃഷ്ടിക്ക് അപ്പുറമുള്ള പലതിനെ അറിയുന്നതാണ്, മനസ്സിലായോ? അത്രയും തലങ്ങളിലേക്ക് വരും. അതുകൊണ്ട് ബ്രാഹ്മി 21 days ഞാൻ 4.5 ചക്രങ്ങളാണ് പറയുന്നത്. എർത്ത് എനർജിയായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഊർജ്ജമായതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ പരിശീലിച്ചാൽ മാത്രമേ ഇത് ഉണരുള്ളൂ. ഇതിങ്ങനെ ഇരിക്കുന്നത് 2 ജോമെട്രി ആയിട്ട് കണ്ടിട്ടില്ലേ? ഒരു മുകളിലോട്ടുള്ള ത്രികോണം, ഒന്ന് താഴോട്ടുള്ള ത്രികോണം. ഇത് ഇവിടെ എത്തുമ്പം ഇത് താഴോട്ടുള്ള രീതിയിൽ തന്നെ ക്രമീകരിച്ച് വരുമ്പം ഇവിടെ നിന്ന് തന്നെ ഉയരാൻ തുടങ്ങും. ഓരോ ഡിവൈനും ഓരോ തലങ്ങളിലുള്ള മൂല്യങ്ങളുണ്ട്. നിങ്ങളുടെ ചക്രങ്ങളിലും അതിനുള്ള മൂല്യ ഗുണങ്ങളുണ്ട്. സ്വാധിഷ്ഠാനം എത്തുമ്പം നമുക്കറിയാം സൃഷ്ടിയുടെ പരമാനന്ദത്തെ, ചിന്താശക്തിയുടെ പവർ, ആ ദിവ്യ മനത്തിൻ്റെ ശക്തി. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ഉണർവിലാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ ഒരു ക്രമീകരണമായിരിക്കും. അപ്പം ഇതാണ് ബ്രാഹ്മി 21 days സംഭവിക്കുന്നതും. ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കുന്നവർ അതിൽ ഒത്തിരി ഉയർന്നു പോവുകയും
അവർ പോകുന്നിടത്ത് വീണ്ടും വീണ്ടും പോവുകയും മനസ്സിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിപ്പം മൂലാധാര വിഷ്വലൈസ് ചെയ്ത് ചുമല വിഷ്വലൈസ് ചെയ്യുന്ന പ്രോസസ്സല്ല. ഇരിക്കുക, അത് ടെക്നോളജിയാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ ഫോൺ എടുത്തൊന്ന് വിളിച്ചു, ആ കോള് കടന്നു പോകാൻ എന്തുമാത്രം തലങ്ങളുണ്ട് നമുക്കറിയില്ല അല്ലേ? ഇവിടെ ടവർ ഉണ്ട്, കാര്യം നമുക്കറിയാം എന്തൊക്കെയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വേറൊരാളായിട്ട് കണക്റ്റഡ് ആയെന്ന്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉണർന്നിരിക്കുക, ഇത് തന്നെ അവിടെ സംഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ പർട്ടിക്കുലർ ജപങ്ങൾ തരുന്നത്, പർട്ടിക്കുലർ പൂജകൾ തരുന്നത്, പർട്ടിക്കുലർ ആയിട്ടുള്ള യന്ത്ര വിഷ്വലൈസേഷൻ തരുന്നത്. ഇതെല്ലാം തന്നെ ഓരോ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചക്രങ്ങളെയും ആ രീതിയിൽ അത് അറിയിക്കും. അതാണ് ഇതിൻ്റെ തലം. പിന്നെ കുറിച്ച് ഇപ്പൊ ദീക്ഷയെ കുറിച്ച് പറയണ്ടായല്ലോ ഇതിൻ്റെ ഇടയിൽ. അപ്പൊ എത്ര തരം ദീക്ഷകളുണ്ട്? അത് ഡിസൈപ്പിള് മുന്നിൽ വരുമ്പോൾ ഗുരുജിയാണോ നിശ്ചയിക്കുന്നത്, അതോ ഡിസൈപ്പിള് സറണ്ടർ ആയി വരുമ്പോൾ ഗുരുജി ഏത് ദീക്ഷ ഇന്ന ആൾക്ക് പറ്റും എന്നറിഞ്ഞു കൊടുക്കുകയാണോ? ദീക്ഷ എന്ന് പറയുമ്പം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഗുരു നൽകുന്ന ദീക്ഷ എപ്പോഴും മാർഗദർശനത്തിനായിട്ടായിരിക്കും, മാർഗം തിരിച്ചറിവിലേക്കുള്ളതായിരിക്കും. നമ്മൾ ആദ്യം കൊടുക്കുന്ന അഭയദീക്ഷയാണ്, നാഗേക്ഷ്യം അഭയദീക്ഷ. ഒരു വ്യക്തി എൻ്റെ പർട്ടിക്കുലർ ഘടനയിൽ നമ്മൾ എർത്ത് എനർജിയാണ് നാഗേക്ഷ്യം. ആധാര ചക്രങ്ങളെ, താഴോട്ടുള്ള ചക്രങ്ങളെ സജീവമാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നാഗേക്ഷ്യമ്മയുടെ അഭയദീക്ഷ ഞാൻ നൽകുന്നത്. അതിനുശേഷം ഒരു വ്യക്തിക്ക് മാർഗദീക്ഷ കൊടുക്കും. മാർഗദീക്ഷ ശിവയോഗയ്ക്ക് വേണ്ടിയിട്ടുള്ള, ശിവയോഗയുടെ ദീക്ഷയല്ല, പക്ഷേ പർട്ടിക്കുലറായിട്ടുള്ള ഇപ്പം ഇതെല്ലാം താഴോട്ടുള്ള എല്ലാം അറിയണം. അവയർനെസ്സിൽ അറിഞ്ഞതിന് ശേഷം അവർക്ക് ഇതിൻ്റെ അപ്പുറത്തെ തലത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുമ്പം അടുത്തത് വേണ്ടത് മാർഗദീക്ഷ. അവരുടെ സാധന ക്രമീകരണങ്ങൾ മാറും, അഡ്വാൻസ്ഡ് സാധനയെ തീരും. അപ്പോൾ അവർക്ക് മാർഗദീക്ഷ ഞാൻ നൽകും. അതാണ് ഈ 2 ദീക്ഷകളാണ് പ്രാധാന്യം കൽപ്പിക്കുന്ന ദീക്ഷ. അപ്പം ഒരു സന്യാസ ദീക്ഷ ഉണ്ടല്ലോ ഇതില്, അതിൽ എത്ര തരമുണ്ട്? 2 എണ്ണമാണോ ഉള്ളത്? സന്യാസ ദീക്ഷ ഞാൻ പറഞ്ഞില്ല. സന്യാസ ദീക്ഷ ഞാൻ ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുന്ന ഒരു പ്രക്രിയയല്ല അത്. അവരിതിൻ്റെ തിരിച്ചറിവിലെത്തിയതിന് ശേഷം അവരാവശ്യപ്പെടാതെ ഞാൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അവർ ചേരും, മനസ്സിലായി? ഇത് നമ്മുടെ പ്ലാൻഡ് അല്ല, ഓൾറെഡി ഇത് പ്ലാൻഡ് ആയിട്ട് വന്നതാണ്. ഞാനാണേലും നിങ്ങളാണേലും എല്ലാം തന്നെ ഇതൊരു പദ്ധതിയുണ്ട്. ഗുരുവും ശിഷ്യനും തമ്മിൽ ഈ ലൈഫ് ടൈമിലൊരു ബന്ധമല്ല. ഗുരു അവരെ തിരിച്ച്, പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ, സതി മരിച്ചതിന് ശേഷം ശിവന്റെ അരികിൽ പാർവതി വന്നു. അപ്പോൾ ശിവൻ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാതായപ്പം എന്ത് ചെയ്തു, പാർവതിക്ക് വിഷമം വന്നു. അപ്പം അവൻ്റെ അപ്പുറത്ത് അഗസ്ത്യമുനി നിപ്പുണ്ടായിരുന്നു. അഗസ്ത്യമുനി പാർവതിയോട് പറഞ്ഞു കൊടുത്തു, ശിവന് മനസ്സിലായിട്ടുണ്ട് നീ സതിയാണ്, പക്ഷെ നിനക്ക് നിന്റെ കഴിഞ്ഞ ജന്മത്തെ ആ തിരിച്ചറിവിലല്ല, നീ ആ ഒരു ആരോ പറഞ്ഞു കേട്ട ശിവനോടുള്ള പ്രേമം കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്. നീ എന്നാൽ ആ ശക്തിയാവുന്ന സതിയുടെ ശക്തിയിലേക്ക് നീ വീണ്ടും എത്തിയിട്ടില്ല, നീ തപസ് ചെയ്യണം. അപ്പം പാർവതി എന്ത് ചെയ്തു, തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ ശിവന്റെ അരികിൽ തപസ്സിന് ശേഷം എന്ത് ചെയ്തു, പാർവതി ചെന്നു ശിവൻ അരികിൽ വിളിച്ചെടുത്തി. അതുപോലെയാണ് ഗുരു ശിഷ്യ ബന്ധം. അവര് തന്നെ അവരുടെ ബോധം മനസ്സിലാക്കും. ശിവൻ ദേവി പാർവതിയെ കണ്ടപ്പം ദേവി അരികിൽ പിടിച്ചിരുത്തി. അപ്പം ദേവിക്ക് ഒരു ചോദ്യങ്ങളില്ല. അങ്ങേ ഞാൻ വന്നല്ലോ, നോട്ടെ. ദേവി പാർവതി ആദ്യം വന്നത് എന്നെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, എന്നെ ശിവൻ കാണുമ്പോൾ തന്നെ എൻ്റെ പത്നി വന്നല്ലോ, പ്രണയമൊക്കെ തോന്നുന്ന പ്രതീക്ഷയിലാണ് ദേവി പാർവതി വരുന്നത്. പക്ഷേ ദേവി പാർവതിയായിട്ടല്ല, സതിയായിട്ട്, സതിയുടെ ഊർജ്ജത്തിൽ കടന്നു വന്നപ്പം ഒന്നുമില്ല, ശിവന്റെ അരികിൽ ഇരിക്കുക മാത്രം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഡിസൈപ്പിള് ഒന്നും ആഗ്രഹിക്കാതെ ശൂന്യമായ അവസ്ഥയിൽ, ആ ശൂന്യം അവരാഗ്രഹിക്കാതല്ല, അങ്ങനെ ആയിത്തീരും. ഗുരു ശിഷ്യ ബന്ധം ശൂന്യതയിലുള്ളതാണ്. ഗുരു എപ്പോഴും വിളിച്ചിരുത്തിയിട്ടല്ല പറഞ്ഞു കൊടുക്കുന്ന, ഗുരു ഉള്ളിലിരിക്കുന്ന ഒന്നാണ്. ആ തിരിച്ചറിവിലെത്തുമ്പോൾ അവർക്കൊരു സംശയമില്ല, അവർ സർവ്വതും ആ ബ്രഹ്മവുമായി ചേർന്ന് ജീവിക്കാൻ ശ്രമിക്കും. ആ തിരിച്ചറിവിലേക്കാണ് സാധന പദ്ധതികളെല്ലാം തന്നെ. അപ്പോൾ അവർക്ക് ദീക്ഷ അവരെന്ത് ചെയ്യും, അവർക്ക് നമ്മൾ കൊടുക്കും. അത് എത്ര പേരാണ് നമുക്ക് അവരെ കണ്ണിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും, അവരതിന് പാകപ്പെട്ടു. അവർക്ക് വേറെ ഒന്നുമില്ല. പറഞ്ഞല്ലോ, ഒരു വ്യക്തി വാസന കർമ്മത്തിലൂടെ, ഡിസൈബിൾസ് എന്ന് വെച്ചാൽ മനസ്സിലായി, ഡിസൈബിൾസ് പർട്ടിക്കുലർ ആയിട്ടുള്ള പദ്ധതി പ്രകാരം വന്നു ചേരുന്നവരാണ്. എന്നാൽ മറ്റുള്ള ആൾക്കാർ ഈ സാധന എല്ലാം ചെയ്ത് അവരുടെ വാസന കർമ്മം കുറയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ പർട്ടിക്കുലർ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ചെയ്ത സ്പേസിൽ അവർ ലീവ് ചെയ്യാൻ ആരംഭിക്കും, താമസിക്കും. അവർ താമസിച്ച് അവർ ക്രമീകരിച്ച് പിന്നെ എന്ത് ചെയ്യും, അവരിലേക്ക് സന്യാസ മാർഗം കൊടുക്കും. വാസന എന്ന് വെച്ചാൽ പിന്നെ അവർ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും ഗ്രഹിക്കരുത്, ഓർമ്മകൾ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ വാസന കർമ്മം മുഴുവൻ ഇല്ലാതാക്കിയിട്ടായിരിക്കും അവർ കടന്നു പോകുന്നത്.